ഇവിടെയും പുറത്തും മറ്റിടങ്ങളുമായി ഈ വിശിഷ്ടമായ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുമേ, ഡിസംബർ 18 മുതൽ 21 വരെ ഉള്ള ദിവസങ്ങൾ മലങ്കര സഭയ്ക്ക് നിർണായകമായ അനുസ്മരണീയങ്ങളായ ദിനങ്ങൾ തന്നെ. സഭാസ്ഥാപകനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹ കുന്തമേറ്റതിൻ്റെ ഓർമ്മ 18-ാം തീയതിയും അദ്ദേഹം നിര്യാതനായതിൻ്റെ ഓർമ്മ 21-ാം തീയതിയുമായി 3 ദിവസങ്ങൾ അതിപ്രധാനങ്ങളാണ് ഭാരതത്തിലെ സഭയെ സംബന്ധിച്ചിടത്തോളം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ അതീവ ധൈര്യശാലിയായിരുന്ന ഒരാൾ ഗുരുവിനാൽ അയക്കപ്പെട്ടത് ഭാരതത്തിലേക്കാണ്. അദ്ദേഹം ദീർഘയാത്ര ചെയ്ത് ഭാരതത്തിലെത്തി 20 വർഷം ഇവിടെ താമസിച്ച് സുവിശേഷം പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുവിന് സ്വജീവൻ കൊണ്ടും മരണം കൊണ്ടും സാക്ഷ്യം കൊടുത്തു. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ അയച്ചത്. നിങ്ങൾ ഭൂലോകമെല്ലാം പോയി ഈ സുവിശേഷം അറിയിക്കണം, 4 അതിരുകളോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നത് ശിരസാ വഹിച്ചുകൊണ്ടാണ് മാർത്തോമായും ഭാരതത്തിലേക്ക് വന്നത്. വളരെ അസാധാരണനായ ഒരു ശ്ലീഹ. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ സമാപ്തി അന്ന് ഒന്നായി കിടന്ന തമിഴകം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കേരളവും തമിഴ്നാടും എല്ലാം ചേർന്ന ഒരു ഭൂവിഭാഗം. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മണ്ഡലം. സമാപനത്തിൽ അദ്ദേഹം തമിഴകത്തിൻ്റെ വടക്കേ ഭാഗത്തേക്ക് പോയി. അവിടെ വച്ച് ചിന്നമല എന്നും കലാമിന എന്നൊക്കെ പറയുന്ന മലയിൽ വെച്ച് ശത്രുക്കളാൽ, അതായത് ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് എതിരായി നിന്നവരിലൊരാൾ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി. 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ദിവംഗതനായി. അവിടെ തന്നെ സംസ്കരിക്കപ്പെട്ടു. പിന്നീട് സെയിൻറ്റ് തോമസ് മൗണ്ട്, ലിറ്റിൽ മൗണ്ട് അദ്ദേഹത്തെ സംസ്കരിച്ച മൈലാപ്പൂരിലെ സ്ഥലം പിന്നീടത് പള്ളിയായി. പോർട്ടുഗീസുകാരുടെ കാലം ആയപ്പോൾ അതിനുശേഷം ഈ തെക്കേ അറ്റത്ത് നിന്ന് ഇന്നത്തെ കേരളം വന്നില്ല. നസ്രാണികൾ വർഷത്തിലൊരിക്കൽ സഞ്ചരിച്ച്, ദീർഘനാൾ സഞ്ചരിച്ച് മാർത്തോമായുടെ സംസ്കാര സ്ഥലം സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന പതിവും പാതയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ തിരിച്ചു വരുന്നതും ദിവസങ്ങൾ കഴിഞ്ഞാണ്. അവിടെ അങ്ങനെ പോയി താമസിക്കാനുള്ള സൗകര്യവും ഒന്നും അന്നില്ല, കാടുകളാണ്. പിന്നീട് പോർട്ടുഗീസുകാരുടെ വരവിന് ശേഷമാണ് അവിടെയൊക്കെ അവർ പിടിച്ചടക്കി പള്ളികളും മറ്റും ഉണ്ടാക്കിയതും. എന്നാൽ അതിനിടെ മാർത്തോമ ഏത് ദേശക്കാരനായിരുന്നുവോ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യർ അഥവാ ഇഷ്ടജനങ്ങൾ അവർ ഭാരതത്തിൽ വന്ന് മാർത്തോമായുടെ കല്ലറ തുറന്ന് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ, ഹോളി റെലിക്സ് എന്ന് പറയുന്ന തിരുശേഷിപ്പുകൾ എടുത്തുകൊണ്ട് പോയി എന്നും ഒരു സജീവ പാരമ്പര്യമുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ജൂലൈ 3. കൃത്യമായി നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും പേർഷ്യൻ
ബന്ധത്തിലൂടെ ഉണ്ടായ പേർഷ്യൻ കുരിശുകൾ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളതിലൊന്ന് മൈലാപ്പൂരിലാണ്, സെൻറ്റ് തോമസ് മൗണ്ടിലാണ്. അപ്പോൾ അവിടെ നസ്രാണി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. കേരളത്തിൽ ഒന്നിലധികം സ്ഥലത്ത് കടമറ്റത്തും കോട്ടയം വലിയ പള്ളിയിലുമൊക്കെ ഉള്ള ഈ പേർഷ്യൻ കുരിശുകൾ, അതാണ് തെളിവ് എവിടെയൊക്കെ ഈ നസ്രാണികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്. അങ്ങനെ മാർത്തോമായുടെ സമാധി സ്ഥാനം നസ്രാണികൾക്കെല്ലാം വിശുദ്ധമാണ്. അവരുടെ കുടുംബ തലവൻ്റെ കല്ലറ അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ അങ്ങനെ ഉറഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ടുമൊക്കെ എഴുതപ്പെട്ട ചരിത്രം തന്നെയുണ്ട്. അവൻ്റെ ഭാഗങ്ങൾ പലയിടത്തും കൊണ്ടുപോയി. ഒരു ഭാഗം 1964 ശേഷം ഇന്ത്യയിലും എത്തി. അത് ദേവലോകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് പിന്നീടൊരു വലിയ ദേവാലയമുണ്ടായി. പോർട്ടുഗീസുകാരുടെ കാലത്ത് പണിതതാണ്. അത് ഇന്നും നിൽക്കുന്നു. ഈ കല്ലറ ഉള്ളിൽ വരത്തക്കവണ്ണമാണ് അവർ പണിതത്. എന്നാൽ ഒരു 10-15 വർഷം മുമ്പ് ആ പള്ളിക്കകത്തുണ്ടായിരുന്ന സംസ്കരിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്ന അവിടോട്ട് ഇറങ്ങാമായിരുന്നു. അതവർ അടച്ചു. അടച്ചിട്ട് കിഴക്ക് വശത്തൂടെ ഒരു തുരങ്കം പോലെ ഒന്നുണ്ടാക്കി. ആ സംസ്കരിക്കപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്ന മണ്ണ് അതവർ ശേഖരിച്ച് ചെറിയ പാക്കറ്റുകളാക്കി കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലുള്ള എല്ലാ ഭദ്രാസനങ്ങളിലേക്കും കൊടുത്തുവിട്ടു പാക്കറ്റുകൾ. അതിലൊരു പാക്കറ്റാണ് നമ്മുടെ നരണംപള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന റിലിക്സ് ഓഫ് സെയിൻറ്റ് തോമസ് പള്ളിയുടെ വെളിയിൽ കാണുന്നത്. മദ്രാസിലെ നമ്മുടെ അരവനയിലും അതിൻ്റെ ഒരു ഭാഗം സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രവുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ആ തിരുശേഷിപ്പിനെ വണങ്ങുമ്പോൾ നമ്മൾ ഓർക്കും, ഇത് ഞങ്ങളുടെ അപ്പൻ്റെയാണ്, ഞങ്ങളുടെ കുടുംബത്തലവൻ്റെ ഓർമ്മകൾ, സജീവമായ ഓർമ്മകൾ ഞങ്ങളിൽ ഉണർത്തുന്നതാണെന്ന് ഓർക്കും. തിരുശേഷിപ്പുകൾക്ക് പോലും ശക്തിയുണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ വണങ്ങുന്നത്. എലിശാ ദീർഘദർശി മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെ അടക്കി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അതിലെ കൊണ്ടുപോയൊരു ശവം ശത്രുക്കൾ കണ്ട് പേടിച്ച് അതിനകത്ത് വെച്ചതായും, നമ്മുടെ പോലുള്ള കല്ലറകളല്ലല്ലോ, അതിങ്ങനെ തുറക്കാവുന്നതാണ്. മധ്യപൂർവദേശത്തെ കർത്താവിനെ സംസ്കരിച്ചത് അങ്ങനെ തന്നെയാണ്. കല്ലുരുട്ടി മാറ്റിയാൽ കല്ലറയ്ക്കകമാണ്. അങ്ങനെ അതിനകത്ത് കയറ്റി വെച്ചു. ഏലിശായുടെ അസ്ഥികളെ ഈ പുതുതായി കൊണ്ടുവന്ന ശവശരീരം സ്പർശിച്ചപ്പോൾ ആ ശവം എഴുത്തെഴുന്നേറ്റു എന്ന് വേദപുസ്തകത്തിലുണ്ടല്ലോ. മാത്രവുമല്ല, ഏലിശായ താമസിച്ചിരുന്ന വീടിൻ്റെ മുമ്പിലെ മണ്ണ്, അദ്ദേഹം അതിൽ നടന്നു പോയിട്ടുണ്ട്. ആ മണ്ണ് വിശുദ്ധമായി പവിത്രമായി തീർത്ഥമായി കരുതപ്പെടുന്നതെന്ന് പഴയ നിയമം പറയും. എലിശായുടെ അടുത്ത് ഒരു കുഷ്ഠരോഗി വന്നു. വലിയ ഉദ്യോഗസ്ഥനാണ്, നയമാൻ എന്ന് പേരുള്ള ആരാമ്യ പടനായകൻ. അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി. അദ്ദേഹം സമ്മാനം കൊടുക്കാനൊരുങ്ങി എലിശായ്ക്ക്. നന്ദി സുഖജം അത് വാങ്ങിയില്ല. പ്രത്യുപകാരമൊന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനായ നയമാൻ എന്ന് പറയുന്ന ആരാമ്യന് അവൻ പറഞ്ഞു, ഒരു അനുവാദം തരണം, ഇവിടെ നിന്ന് കുറച്ച് മണ്ണ് വാരിക്കൊണ്ട് പോകണം എനിക്ക്. ആ മണ്ണിനെന്താ പ്രത്യേകം? നമ്മൾ നോക്കിയാൽ വെറും മണ്ണാണ്. അപ്പോൾ ചോദിക്കും, എന്താ ഇതിന്, മണ്ണിനകത്ത് എന്തിരിക്കുന്നു എന്ന് ചോദിക്കും. പക്ഷേ നയമാനെ സംബന്ധിച്ച് അത് പവിത്രമാണ്, തീർത്ഥമാണ്. ഏലിശായുടെ പാദം പതിഞ്ഞ മണ്ണ്, അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അത് വിശുദ്ധമാണ്. മണ്ണിൻ്റെ വിശുദ്ധി അല്ല, ഏലിശാ അതിൻ്റെ പുറത്ത് നടന്നു എന്നുള്ളതാണ് വിശുദ്ധി. നമ്മൾ ഹോളി ലാൻഡ് എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തു നടന്ന സ്ഥലം, അദ്ദേഹം ഇരുന്ന സ്ഥലം, പ്രഭാഷണം നടത്തിയ സ്ഥലങ്ങൾ, കുരിശിക്കപ്പെട്ട സ്ഥലം, സംസ്കരിക്കപ്പെട്ടത്,
പുനരുദ്ധാനം ചെയ്ത സ്ഥലം, ആരോഹണമല, ഇതെല്ലാം ചേർന്നുള്ള ഒരു ഭൂവിഭാഗത്തെയാണ് നമ്മൾ ഹോളി ലാൻഡ്, വിശുദ്ധ നാടെന്ന് വിടും. നാട് വിശുദ്ധമാകുന്നു, ചില സമയങ്ങൾ വിശുദ്ധമായി തീരുന്നു. അപ്രകാരം മാർത്തോമ നടന്ന മണ്ണും മാർത്തോമ സ്ഥാപിച്ച പള്ളികളുടെ ലിസ്റ്റ് പറഞ്ഞാൽ ആദ്യം പറയുന്നത് നിരണമാണ്. മറ്റു പല പള്ളികളും ഇന്നില്ല, കൊല്ലത്തെ പള്ളിയൊന്നും ഇല്ല. ആദ്യം പറയുന്ന പേര് നിരണം. അപ്പോൾ അവിടെ അദ്ദേഹം നടന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അദ്ദേഹം നടന്ന മണ്ണ് പവിത്രമാണ്. അദ്ദേഹം വാക്കുകൾ ഉച്ചരിച്ച ഈ വായു ശുദ്ധമായി തീരുന്നു. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം പവിത്രമാണ്. ഇതെല്ലാം കൂടെ ആണ് നമ്മുടെ ആത്മീക ഓർമ്മകളിലും അനുഭവത്തിലും സ്ഥൂലമായി സ്ഥായിയായി നിൽക്കുക. ഇന്ന് 18th of December, every year 18th to 21st of December are special days for St. Thomas Christians in India or abroad. Why? These 3 days, 18, 19 and 20, are very crucial, extremely significant for the church founded by St. Thomas the Apostle. As I said earlier, St. Thomas was the most daring, most courageous of the 12 apostles. Apparently, as the gospel accounts go, St. Thomas was a very silent person, soft spoken. He won't talk much, but when he speaks, he says something very important. At one time he said, "Let us go and die with him." Maybe that points to his martyrdom in India. Let us go and die with him. One part of it is the extreme courage of this man. He belonged to the tribe of Judah, the Lion of Judah. That is a coinage in the Bible which refers to the most courageous people, the Lion of Judah. Jesus Christ also belonged to the tribe of Judah. Thomas also belonged to the same tribe of Judah. Judah was one of the sons of Jacob, as we remember in the Old Testament. So this man who was so courageous, he was ready to go with Jesus Christ and die for him and die with him. He went his master. I always feel that Thomas had great love and devotion for his master. He only could say that. Among the 12 apostles of Jesus, 2 of them made very significant confessions about Jesus Christ. Who is Jesus Christ? The answer is given by number 1, Saint Peter, number 2, Saint Thomas. Jesus asked, "What do you say? Who do you say I am?" And Peter said, "You are the Messiah, Son of the living God." You are the Messiah, Son of the living God. That is the basis of Christian faith, that Jesus Christ is Lord. Maybe this is the first form of our creed, Vishwasa Praman. The first form is Jesus Christ is Lord. The expanded form is the creed that we use today. The second confession of faith comes from St. Thomas. After the resurrection of Jesus Christ, when Jesus appeared to his disciples, 11 of them, 10 of them, Thomas was out. They were there. Jesus appeared to them, talked to them, blessed them, ordained them as priests, and later as high priests. At that time, Thomas was not there. Now, this passage in St. John's Gospel has created a lot of confusion in some people, not all. Some people say because Thomas was not there, he never received the grace from Jesus Christ, the grace of ordination as priest or high priest or whatever it is. But that is
is absolutely nonsense. It's not biblical. When Jesus appeared among the disciples, he said, "Do not be afraid. Peace be with you. Shalom," he said. But Thomas was not there. At that point, if we stop reading and start thinking, 10 disciples are there. They are so afraid. They are trembling. They do not know what is going to happen. It is so dangerous, perilous to be alive. For the 11 disciples, it is very perilous to be alive those days, because Jews may come in any time and annihilate the entire tribe of disciples. So they are so afraid. But Thomas is missing. 10 disciples are there. Thomas, we don't know where he was. The gospel accounts never talk about that. Where was this man? The one who said, "Let us go and die with him," is missing. But later he joined them. When he came back, the other disciples, his brother disciples, told him, "We saw the Master. We saw our Guru." Then he said, "You saw him. He showed you his fingerprints, nail prints. Is that enough for you? For me, it is not enough. I want to see him. I want to touch his nail prints. I want to put my hand into that place where he was struck with a spear." Oh, perhaps that was too much. How can a disciple desire and ask for something great like that? Will the Master allow him to do that at all? But that happened. But at that point, let us stop reading and think, where was Jesus? Where was Thomas when Jesus appeared for the first time to the College of Apostles? I would like to think and feel and imagine. Maybe that is true. Thomas was out. He was walking outside. Let anything happen to me, come what may. Jews may kill me. Okay, it's not a problem for me because I am ready to die. Let us go and die with him. Even today I am ready for that. Maybe he walked outside with extreme courage. The daring Thomas, our father Saint Thomas, he walked outside. And when he came back, he made that very apparently dangerous statement. I want to put my finger into his nail prints. Because later on, he will be struck with a lance in Madras. The same thing as his guru, Jesus Christ God. Christ was struck with a spear by a Roman soldier. You get that information from the New Testament. Thomas too got that. He was also struck with a lance, the right side of his body. And Jesus was struck with the spear after his death. Thomas was struck with the spear when he was alive. The same Thomas was so daring, he asked for that. He went out and he came in. Other disciples never dared to do that, but Thomas did. That is why I think Thomas was so courageous among the 12 disciples. Nobody else like that. After a week, when Jesus came back, again appearing and disappearing means he is there. Sometimes he is seen, sometimes he is not seen. Doesn't mean he is not there. He is there. He again appeared and reappeared. Second time, he called Thomas. Thomas, come here. You bring your finger here. When you read that, read it carefully. Thomas, bring your finger. He never asked you come here, but bring your fingers in the viril. For what? You put your finger here. Not here exactly, it must be here. When Jesus was crucified, the nail went through this place only. Both hands. You bring your finger here and put it here. And extend your hand and put the sign that was torn by the spear. He did it.
Thomas was trembling when he did that. He was not afraid of the Jews. But the thing what he's about to do, that putting his finger in the nail prints and putting his hand to the side of Jesus Christ, torn by the spear, actually he was trembling. He did it. With trembling hands he did it. And at that point, that point can never be described by anybody. It is a mystic experience for Thomas. This is the mystic experience. He doesn't know what he is doing, where he is. Whether he is on earth or in heaven or somewhere else. So he makes the biggest declaration in his life. He never said anything like this. He said, "My Lord and my God." That is the second confession I referred to. The first confession about Jesus Christ, "You are the Messiah, Son of the living God," was made by Peter. The second confession, "My Lord and my God," means the one who is standing before me, who was dead and who has come back alive, resurrected, this is my God. The statement means Jesus Christ is Lord and God. Lord is a translation. Adonai means Kartava in the God. Now, Lord and my God. Now, this is the foundation of Christian faith. Jesus Christ is God. Both these disciples, our father St. Thomas and St. Peter, the elder disciple, both of them made this confession for us. And this confession of faith, we call it confession of faith. That is the real foundation, the theological, spiritual, emotional foundation of the church. Jesus Christ is Lord. And Thomas didn't know what he was saying. He just said loudly, "My Lord and my God." And Jesus comforted him maybe with a pat on his shoulder. He said to him, "Thomas, don't be afraid. Now you believe. Okay, right? Now you see me, you touch me, now you believe. But you are going to see bigger things. There will be people in India, people in Afghanistan, in Sri Lanka. There is a very living, strong tradition that St. Thomas visited today, Sri Lanka. Near Colombo, there is a church which is so similar to any of the Orthodox churches in Kerala. People there say, Thomas came here and preached there. There is a memorial for St. Thomas just outside the church, near Colombo port. So these places, Sri Lanka, then it was Sri Lanka, India, and the eastern part, Afghanistan or Persia or whatever it is, these are all St. Thomas's places. Thomas, you are going to be a martyr for me. There will be people, in India especially, people like us, generations of Nazranis. They will believe in me, listening to what you say about me, what you witness. Today you saw me and believed. Thomas, you look, raise your eyes and look ahead. Through the history, you can see thousands of people in the eastern countries who will believe me. They have never seen me, but because of you, they will believe in me. That is a wonderful statement that Jesus Christ made. So Thomas got it. Our father, St. Thomas, those 3 days in Chinnamala, Kalamina, Jesus Christ died, he was buried for 3 days, he was within the earth. That is what the Gospels say. Jonah in the Old Testament, he was thrown into the sea. He was within the whale for 3 days. Saint Paul, Shaul, Jesus caught him on the road. He was walking, a light shone around him. He was physically caught by Jesus Christ. Saul, Saul, why do you attack me, persecute me like that? Now for 3 days he was blind. Look at that number 3. Everywhere it is 3 or 7. 3 days he was blind. After that, Ananias comes, places his hand on the head of Saul, and his eyes are opened.
Thomas was in pain for 3 days again. Number 3. Saint Thomas in Madras. Madras comes from Maduration. Maduration is a rich man in Madras. He was there for 3 days in pain. He was struck with the lance. Maybe within 3 days it must have become septic. He received no treatment at all. We don't know who buried Saint Thomas in Madras. We don't know. There is no history. But I would like to believe he who buried Moses, he who buried Alvarez Marjulius in Goa, the same God, Yahweh, buried Saint Thomas in Madras. God and his angels and human beings. Of course, there were some Christians in Madras at that time. They joined angels, and his funeral was done by them. Not the elaborate funeral that we have today, but Thomas was buried by angels and human beings in Madras. So those 3 days, now we are supposed to deliberate on the 3 days. Meditate for 3 days on St. Thomas Paine. Our church is based on the blood of St. Thomas. Our very existence is based on the pain of St. Thomas. Remember that. Never forget that. This Indian church is founded on the blood and pain of the man called St. Thomas. For 3 days he was in excruciating pain. He died on the 21st of December. And that is the beginning of the church in India. And many people say, some people say, Thomas was not ordained. He was not a high priest. He was not a priest. He was just a layman. All nonsense. They are denouncing Jesus Christ. Thomas received all graces that all the other disciples received. He was a high priest. When Jesus ascended, he blessed his disciples both hands like that. And that is interpreted that now they are raised to the position of Patriarch Catholicos Pope like that. They were first ordained as clergymen, presbyter, later as bishop, and again raised to primates of the church, 12 primates. So Thomas was full with the grace of Jesus Christ, grace of the Holy Spirit. That is the history of our church, remember. We adore, we love, we pray to all the other disciples. One disciple is never above another disciple. That is very basic. Because, why do I say that? Jesus Christ said, you are all brothers. Ningal sahodarangalagunu. That is what Jesus said. He never said, Thomas is your leader, your prime minister. Matthew is your president. Peter is your chief. Jesus never said anything like that. He said, you are all brothers. That is why the Orthodox people say, every national church is independent. Autocephalous. Every national church in India, the national church is the church founded by St. Thomas. Today we talk about the throne of St. Thomas, the See, S-E-E. The See of St. Thomas means the fruit of his evangelical work in India. See of St. Peter, See of St. Thomas, See of St. Mark, like that. Now, throne is a word which comes from Sanskrit. Jesus said throne. Simhasanam is a Sanskrit word. Throne is there, thronos, kursi. Kursi is a Persian word, kursiyo in Hindi. Kasera enna inde artham. Now, throne, simhasanam does not mean a kasera. This is the authority in Greece endowed on an apostle by Jesus Christ. That is the throne. So, throne of St. Thomas means he is a full apostle, endowed with the fullness of grace of God, of the Holy Spirit. He is the guardian of the church, the founder of the church. Throne or see or whatever we use, it contains all these different meanings. So, St. Thomas is our father. We were born in Jesus Christ. We have begotten Jesus Christ by our father, St. Thomas. These are 3 days. We remember St. Thomas. We are so grateful to him because he traversed such a long distance, arrived in India, stayed here for
2 decades, remember. No other disciple stayed in one place for 20 years. So he is the first in that. He remained in India, in South India for 20 years, long years. And he died here as a martyr. So we have every right to say, this is the head of our family. Thomas is the head of the Nasrani family. We cannot forget him. Nobody can accuse him, say that he is lesser than any other person. No. Every disciple is equal, because Jesus said, you will sit on 12 thrones. Nowadays, these days, somebody said last month, the throne only means that the disciples, they have the capacity, power to judge people. Not only that. Throne also means judgment, the authority to judge. It also means everything else. Thomas came here, he founded churches, he ordained priests. We talk about 7 churches and the Arajanpalli, so that is 8 churches. Because he was a high priest. He was not a layman. Thomas was a high priest. That is the fullness of the grace he received. So these 3 days are special for Malankara Church. 18, 19 and 20. And the finale, the 21st of December, the day of death of St. Thomas. We call it Dukrono. തോമസ് ലീഹായുടെ ദുഃഖറോനോ എന്ന് പറയുന്ന അതാണ്. അത് മഹാദിനമാണ് നമുക്ക് മലങ്കര സഭയെ സംബന്ധിച്ച്. നമ്മുടെ കുടുംബത്തലവൻ്റെ സമാധി ദിവസമാണ്. ഇത് നമുക്ക് മറക്കാൻ പാടില്ല. നമ്മളദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിൽ ആ സമാധി നാളിൽ ഈ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിന്ന് കുരുത്തു വന്നതാണ് മലങ്കര സഭ. അത് മറക്കാൻ പാടില്ല. മറ്റാരുടെ വിരോധം കൊണ്ടാണ് അത് പറയുന്നത്. നമുക്ക് അഭിമാനം കൊള്ളാൻ അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തതൊക്കെ പോലൊക്കെ ചെയ്യണം. നമ്മൾ അഭിമാനം കൊണ്ടാൽ മാത്രമല്ല, തലമുറ കൈമാറി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നാൽ പോരാ. അദ്ദേഹം ചെയ്തത് എന്തൊക്കെയോ, എന്തിനു വന്നു, എന്ത് ചെയ്തു എന്നൊക്കെ അന്വേഷിക്കണം. നമുക്കതിന് ചുമതലയുണ്ട്. പ്രയാസങ്ങളുണ്ടാകും. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇന്നും പ്രയാസങ്ങൾ നമുക്കുണ്ട്. നാളെയും ഉണ്ടാകാം, ഇന്നലെയും ഉണ്ടാകും. ആക്രോശങ്ങൾ കേൾക്കുന്നുണ്ട്, ഘോഷയാത്രകൾ നടക്കുന്നുണ്ട്, ധർണകൾ നടക്കുന്നുണ്ട്, വടക്കൻ പള്ളികളുടെ മുമ്പിൽ സമരം നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അറിയാൻ മേല. ദൈവത്തിന് വേണ്ടിയാണോ, ദൈവത്തെ സംരക്ഷിക്കാനാണോ, എന്തോന്നൊരു പിടിയില്ല. സമരകാഹളങ്ങൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ, ദൈവം തീരുമാനിക്കും. സത്യമുള്ളിടത്ത് മാത്രമേ ജയമുണ്ടാകുകയുള്ളൂ, മറക്കരുത്. സത്യമില്ലാത്തടത്ത് ഒരിക്കലും, അത് വ്യവഹാരം വഴിയായാലും എങ്ങനെ ആയാലും, സത്യം ജയിക്കും. ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ എന്നാണ് യേശുക്രിസ്തു. സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പറഞ്ഞയാളാണ് യേശുക്രിസ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം സ്നേഹിച്ച മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണെന്ന്. അപ്പോൾ ഈ 3 ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ളതാണ് സഭയെക്കുറിച്ച്. വേദനയോടെ ചിന്തിക്കുക. അദ്ദേഹം 3 ദിവസം എന്ത് ചിന്തിച്ച് കാണുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. മരിക്കാൻ പോവുകയാണ്. ഈസ് ഡൈയിങ്. ദി അപ്പോസ്റ്റൽ ഈസ് ഡൈയിങ്. മരിക്കുകയാണ് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇവിടെ ഈ സ്ഥാപിക്കപ്പെട്ട ഈ ചെറിയ സഭയെ കാത്തുകൊള്ളണമേ എന്ന് സെൻറ്റ് തോമസ് പ്രാർത്ഥിച്ചിരിക്കാം ആ 3 ദിവസം. ഇതിന് ശത്രുക്കൾ ധാരാളമുണ്ട്, സ്വജനങ്ങൾ ശത്രുക്കളുണ്ട്. മറ്റപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ആക്രമിക്കാൻ വരാൻ പോകുന്നുണ്ട് 20-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിൽ. ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രാർത്ഥിച്ചു കാണും. ഈ മലങ്കരയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനുഷ്യൻ 3 ദിവസം വേദനപ്പെട്ട് കിടന്നിട്ട് 4-ാം ദിവസം മരിച്ചു. അതിൻ്റെ പേർ വൃഥാവിലല്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമ്മോടുകൂടെ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ അരുമസന്താനങ്ങളായ നമുക്കെല്ലാം ദേശത്തിനും മാർത്തോമായുടെ പ്രാർത്ഥന കോട്ടയായിരിക്കും.